രാഘവേട്ട എന്താ ശാലിനി ഫോൺ എടുക്കാത്തത്? ശ്ശോ, സമയം ഇത്രയായി. എനിക്കാകെ പേടിയാവുക. അയ്യോ, അവൻ ഇന്നിനി ലോക്കപ്പിൽ കിടക്കേണ്ടി വരുമോ? ഇതൊക്കെ നീ എന്നോട് വെച്ച് ഞാനും നമ്മളോട് പറയാനാ? എനിക്കങ്ങനെ എവിടേക്കെങ്കിലും പോയി തിരക്കാൻ വരുന്ന അവസ്ഥയിലാണോ? ഇവിടെ അകത്തുത്തിയിരുന്ന് നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാന്നല്ലാതെ മറ്റൊന്നിനും എന്നെ കൊണ്ട് കഴിയത്തില്ലല്ലോ. രോഹിത്, എടാ നീ ഒന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരുവോ? എന്തായിന്നൊന്നും അറിയാലോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരും തിരക്കില്ലെന്നല്ലേ അവൻ കരുതൂ. ഇത്ര നേരമായില്ലേ? എന്നാ സത്യമേ, ഞാൻ പോയിട്ട് വരാം. അതെ, രോഹിത് പോയി അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാനാ സത്യമേ? ഹാരി ജില്ലാ കളക്ടർ അല്ലേ, കളക്ടർ അന്വേഷിക്കട്ടെ. അതാവുമ്പോ ഒരു പവറും ഉണ്ട്. അല്ലാതെ ഈ പാവം പിടിച്ച ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. അതെ, ഈ സമയത്ത് ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നതേ മര്യാദ ഒന്നും അല്ല കേട്ടോ. മര്യാദയുടെ കാര്യമൊക്കെ അവിടെ നിക്കട്ടച്ചാ. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. നമ്മളാരും ഇതിന് ഉത്തരവാദിയല്ല. നീ ഇത് ആരെ കുറിച്ചാ പറയുന്നതെന്ന് നിനക്കറിയാവോ? നിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ കുറിച്ച്. ഞങ്ങളുടെ മോന്റെ കാര്യം പോട്ടെ, നിന്റെ ഭർത്താവിന് ഒരു ആപത്ത് വന്നു എന്നറിഞ്ഞപ്പോഴേ മുന്നും പിന്നും നോക്കാതെ ചാടി ഇറങ്ങിയിട്ടുള്ളതേ നിന്റെ ബന്ധുക്കളാരും അല്ല, എന്റെ മോൻ വിഷ്ണു മാത്രം. അത് ഇവന് വേണ്ടി മാത്രമല്ല, അവന്റെ സ്വന്തക്കാർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ അവൻ പോയിരിക്കും. അതെ, അവന്റെ മനസ്സിന്റെ നന്മയാ. നീ പറഞ്ഞല്ലോ തീയില്ലാതെ പുകയുണ്ടാവില്ലെന്ന്. നിന്റെ ഭർത്താവ് ഉണ്ടാക്കിയതിന്റെ അത്രയൊന്നും വിഷ്ണു ഉണ്ടാക്കിയിട്ടില്ല. ആരും പോണ്ട, ആരും പോണ്ട, ആരും അവനെ തിരക്കും വേണ്ട. അവനെ ദൈവമുണ്ട് കൂട്ട്. അല്ല സത്യമേ, ഇവള് പറഞ്ഞത്. എടാ, നീ അവളെ ന്യായീകരിക്കാൻ നിക്കല്ലേ. നിന്നെ സ്വന്തം അനിയനെ പോലെ ചേർത്ത് നിർത്തിയിട്ടുള്ളതാ. നീ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളെല്ലാം സഹിച്ചും പൊറുത്തും നിന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അവൻ. അവനൊരു ആപത്ത് വരുമ്പോ ഭാര്യയുടെ വാക്കും കേട്ട് പുറംതിരിഞ്ഞ് നിൽക്കാനാണ് നിന്റെ ഭാവമെങ്കിലേ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. അവൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ, അവൻ പോകാൻ നിൽക്കില്ലേ? പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ പോട്ട് വാ. പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യത്തിൽ ഇങ്ങനെ ഭയക്കുന്നത്? ഭയം എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ. നീ തന്നെ ഇത് പറയണം. നീ മോളെ പോലെ ഒരു പെങ്കൊച്ചിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചതുകൊണ്ടല്ലേ ഈ കണ്ട പ്രശ്നമൊക്കെ ഉണ്ടായത്. അപ്പൊ ഇതിന്റെ എല്ലാം മൂല കാരണം നീ തന്നെയാ. ആഹാ, അവിടെ നിന്നേ. ആ പെൺകുട്ടി ആരാ? അവളെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? എന്റെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയിലെ മകനെ രണ്ടാം സ്ഥാനം നൽകി കാണാനൊന്നും എനിക്ക് പറ്റില്ല. അവനും എന്റെ മോൻ തന്നെയാ. ഞാൻ പ്രസവിക്കാത്ത എന്റെ മകനായിട്ട് തന്നെയാ ഞാൻ അവനെ കാണുന്നത്. അവനൊരു പെൺകുട്ടിയെ അവന്റെ ഇഷ്ടത്തിന് വിളിച്ചോണ്ട് വന്ന് ഇവിടെ നിർത്തണോന്ന് പറയുമ്പോ എനിക്കങ്ങനെ മനസാക്ഷി ഇല്ലാതെ പെരുമാറാനൊന്നും പറ്റില്ല. ഇവിടെ നിർത്തില്ലെന്ന് പറയാനും പറ്റില്ല. വേണ്ട, പറയണ്ട. എന്നിട്ട് ഇപ്പൊ ആരുണ്ട്? നിർത്തിയവരും പറഞ്ഞവരൊന്നും പഠിത്തില്ലല്ലോ. ഞാൻ മാത്രം ഉണ്ടായി. എനിക്കങ്ങനെ ഇട്ടേച്ചു പോകാൻ പറ്റില്ലല്ലോ. ഗോപാലട്ടാ, എനിക്കിപ്പോ ഒന്നേ പറയാനുള്ളൂ. മക്കൾക്ക് മുന്നിൽ മനസ്സ് തുറക്കുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ പുറത്തറിയരുതെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിക്കട്ടെ. എടുത്ത് ചാടി ഒന്നും പറഞ്ഞേക്കരുത്. പേടിയാ. എടുത്ത് ചാടി ഓരോന്ന് ചെയ്തതിനൊക്കെ അനുഭവിക്കുന്നത് കൊണ്ടുള്ള പേടി. ഇപ്പോഴെങ്കിലും അത് നിനക്ക് മനസ്സിലായല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം. എല്ലാ കുറ്റപ്പെടുത്തലുകളും എന്റെ നേർക്കാണല്ലോ ദേവി വരുന്നത്. നല്ലതിനായി ചെയ്യുന്നതെല്ലാം വലിയ ദുരന്തങ്ങളായിട്ടാ വന്നു കയറുന്നത്. ഒരാളെയും ദ്രോഹിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ വന്നുപെട്ട് നിൽക്കുന്ന കുറ്റം
ചെറിയ കുറ്റമൊന്നുമല്ല. രക്ഷിക്കാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. സങ്കടം പറയാനും ആവലാതി പറയാനും കണ്ണീര് പൊഴിക്കാനും എന്റെ മുന്നിൽ ഈ മുഖം മാത്രമേ ഉള്ളൂ. സഹായം ചോദിച്ചവർക്ക് നേരെ കണ്ണടച്ചു നിൽക്കാൻ എനിക്കാവില്ല. പ്രശ്നങ്ങൾ വരുമ്പോ ഓടി ഒളിക്കുന്നവളല്ല ശാരദ. പക്ഷെ ഇവിടെ പതറിപ്പോവുക. ഒരിക്കലും ചിന്തിക്കില്ലെന്ന് കരുതുന്ന വഴികളൊക്കെ ഇപ്പൊ ചിന്തിച്ചു പോവുക. ഞാൻ രക്ഷിക്കണം. അങ്ങേക്ക് മാത്രമേ അത് സാധിക്കൂ. നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ നിമിഷസാഗരം ശാന്തമാകുമോ? അകലെ അകലെ എവിടെയോ നോവിന്നലഞ്ഞോടിഞ്ഞുവോ? നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ നിമിഷസാഗരം